എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ സാക്ഷാൽ ബിഗ് മോം അവളാണെങ്കിൽ കണ്ണു തുറന്ന് ഇപ്പൊ ചുറ്റുമുള്ള നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, ഞാൻ ആരാ, സത്യത്തിൽ ഞാനിപ്പോ എവിടെയാ, എനിക്ക് എന്താ സംഭവിച്ചേ, എനിക്ക് എന്റെ ബോഡി മുഴുവൻ ഒരുപാട് വേദനിക്കുന്നു, ആരെങ്കിലും എനിക്ക് ട്രീറ്റ്മെന്റ് തായോ എന്നൊക്കെ പറഞ്ഞ് ബിഗ് മോം ആണെങ്കിൽ വേദനയാൽ നിലവിളിക്കും. അത് കേട്ട നമ്മുടെ സാമുറായി പെണ്ണ് അവളാണെങ്കിൽ ബിഗ് മോമിനോട് പറയും, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് തരാം. ഇവിടെ ചോപ്പർ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് അങ്ങനെ ഷോക്കായി ബിഗ് മോമിനെ തന്നെ നോക്കുകയാണ്. അവൻ അവസാനമായി ബിഗ് മോമിനെ കണ്ട ഒരു രംഗം അതിപ്പോ അവന്റെ മനസ്സിലേക്ക് കടന്നു വരും. ബിഗ് മോം അവൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത അത് വലിയ അപകടമാണ്, എന്ത് വില കൊടുത്തും അവളെ ഡൈവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും ബിഗ് മോം അവൾ ആരാണെന്ന് നമ്മുടെ വയലറ്റ് പെണ്ണിനോട് ചോദിക്കുക. അതിന് വയലറ്റ് പറയും, സത്യത്തിൽ നിങ്ങൾ ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല, പക്ഷെ നിങ്ങളുടെ പേര് അതെനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ബിഗ് മോമിന്റെ പേര് അത് പറയാൻ ശ്രമിക്കുമ്പോഴേക്കും ചോപ്പർ നോ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് അവളുടെ മുൻപിലേക്ക് ചാടി വീഴും. ശേഷം ബിഗ് മോമിനോട് പറയും, നിന്റെ പേര് ഓലിൻ എന്നാണ്, നീ നല്ലൊരു സ്ത്രീയാണ്, പാവപ്പെട്ടവരെ സഹായിക്കുക, ഇല്ലാത്തവർക്ക് നിന്റെ അസറ്റ്സ് ഒക്കെ ദാനം ചെയ്യുക, അതാണ് നീ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ ബിഗ് മോമിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. വയലറ്റ് പെണ്ണിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവളാണെങ്കിൽ തലയൊക്കെ ചൊറിഞ്ഞ് കൺഫ്യൂസ്ഡ് ആയി ചോപ്പറിനോട് ചോദിക്കും, നീ എന്തിനാ ഇത് വെറുതെ ഇല്ലാത്ത കള്ളങ്ങളൊക്കെ പറയണേ. അതിന് ചോപ്പർ പല്ല് കടിച്ച് അവൾ ആരാണെന്നുള്ള സത്യം അവൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൾ നമ്മളെ എല്ലാവരെയും തല്ലിക്കൊല്ലും. അവരങ്ങനെ പരസ്പരം പറയുന്ന അതേ സമയം ബിഗ് മോമിനാണെങ്കിൽ വിശന്ന് അവളുടെ വയറ്റിൽ നിന്ന് ശബ്ദമൊക്കെ അങ്ങനെ പുറത്തേക്ക് വരും. അത് കേൾക്കുമ്പോൾ ചോപ്പർ ആണെങ്കിൽ വീണ്ടും ഷോക്കായി അവളെ തന്നെ നോക്കും. അവള് വിശന്നാല് ഒരു ഐലാൻഡ് പോലും തിന്ന് തീർക്കുന്നവളാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഒറോച്ചിയെ കാണിക്കും. ഒറോച്ചി ആണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് അവന്റെ അസിസ്റ്റൻസിനോട് കൊസുക്കി ക്ലാനിനെ കുറിച്ച് സംസാരിക്കും. കൊസുക്കി ക്ലാനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ സുന്ദരി പെണ്ണ് അവളും കാര്യമായിട്ട് എന്തൊക്കെയോ ചിന്തിക്കുകയാണ്. ഒറോച്ചി ആണെങ്കിൽ അടിച്ചു പറയും, തീർച്ചയായിട്ടും അന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും, എനിക്കതിൽ ചെറിയ വിശ്വാസമൊക്കെ ഉണ്ട്. മരിച്ചുപോയ ആ കിന്നൻ ടീമും അവരിവിടേക്ക് വന്ന് നമ്മളെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പൊ ഐലാൻഡിൽ നടക്കുന്ന അവിശ്വസനീയമായിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ന്യൂഡിൽസ് ഷോപ്പിലും ആ ഗാംബ്ലിംഗ് സെന്ററിലും ഒക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവരാണ്, എനിക്കതിൽ നല്ല ഉറപ്പുണ്ട്. ഇതുവരെ നമ്മുടെ ആൾക്കാർക്ക് ആർക്കും തന്നെ അവരെ കണ്ടെത്താനോ അവരെ പിടിച്ചോണ്ട് വരാനോ സാധിച്ചിട്ടില്ല. എന്റെ ഗസ് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കിൻ അവൻ പ്രേതമായിട്ട് വന്നിട്ടായിരിക്കും ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. ഓഷിറോയ്ക്കാണെങ്കിൽ അതെല്ലാം കേട്ട് ഒരല്പം ചിരിയൊക്കെ വരും. പക്ഷെ അവൻ അവന്റെ ചിരിയൊക്കെ കൺട്രോൾ ചെയ്ത് ഇപ്പൊ ഒറോച്ചിയെ സമാധാനിപ്പിക്കും. ലാസ്റ്റ് ഒറോച്ചി, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, കിന്നിനെയും കൂട്ടരെയും വെയിറ്റ് ചെയ്താണ് ഞങ്ങൾ ഇരിക്കുന്നത്, അവര് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവരെ തകർക്കും. അത് കേൾക്കുമ്പോൾ ഒറോച്ചിക്ക് ഒരല്പം സമാധാനം തോന്നി സന്തോഷത്തില് അവൻ അങ്ങനെ ചാടിത്തുള്ളി കളിക്കും. അടുത്ത നിമിഷം ഒറോച്ചി ആളാണെങ്കിൽ വീണ്ടും ടെൻസ്ഡ് ആവുകയാണ്. ഒറോച്ചി ആണെങ്കിൽ വീണ്ടും ഇപ്പൊ യോഷിറോട് പറയുന്നത്, അന്ന് ആ ക്യാസ്റ്റില് അത് കത്തിയെരിയുന്ന സമയത്ത് ഓടന്റെ മകന്റെയും മകളുടെയും അങ്ങനെ കുറച്ചു പേരുടെ ബോഡി ഇത് മാത്രം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്റെ സംശയം ശരിയാണെങ്കിൽ അവരെവിടെയോ ജീവിച്ചിരിപ്പുണ്ട്, തീർച്ചയായിട്ടും അവരാക്രമിക്കാൻ ഇവിടേക്ക് എത്തുമെന്ന് പറയും. അത് കേട്ട് ബാക്കിയുള്ളവരാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. ദൂരത്തായിട്ട് റോബിൻ അവൾ ഈ കാര്യങ്ങളെല്ലാം കേട്ട് അങ്ങനെ മറഞ്ഞു നിൽക്കും. ഒറോച്ചി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് ഇപ്പൊ വിളിച്ചു പറയും, ഇനി മുതൽ ആരും ഇവിടെ കിടന്ന് ഉറങ്ങാനായിട്ട് പാടില്ല, എല്ലാവരും അലേർട്ടായിട്ടിരിക്കണം. ഓടന്റെ വൈഫ് അവര് പറഞ്ഞതുപോലെ 20 വർഷങ്ങൾക്ക് ശേഷം അവര് വരാനുള്ള ചാൻസ് ഉണ്ട്, അവര് നമ്മളെ തകർത്ത് വാനോ കിൻഡം അതെന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങൂന്ന് പറഞ്ഞ് അവനങ്ങനെ പൊട്ടിക്കരയും. ഇവിടെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അതെല്ലാം കേട്ട് ഫുഡും ഒക്കെ സർവ് ചെയ്ത് അങ്ങനെ ഹായ് ആയിട്ട് നടക്കുകയാണ്. അതേസമയം റോബിൻ ആണെങ്കിൽ ഇപ്പൊ ഓരോരുത്തരുടെയും റിയാക്ഷൻ അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കും. ഒറോച്ചിക്ക് മാത്രമേ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് പേടിയും ടെൻഷനും ഉള്ളൂ. ബാക്കി ആരും തന്നെ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവരുടെ ചിരിയൊക്കെ അടക്കി പിടിച്ചിരിക്കുകയാണ്. അവർക്ക് ആർക്കും തന്നെ ഒറോച്ചി പറയുന്ന കാര്യങ്ങളിൽ യാതൊരു വിശ്വാസവും ഇല്ല. അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അവളാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. ഒറോച്ചിക്കാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. ഒറോച്ചി ആണെങ്കിൽ ഞൊട്ടിയിടയിൽ അവന്റെ സ്ക്വാഡ് അങ്ങനെ വലിച്ചൂരും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ നോക്കി പരിഹസിച്ചിരിക്കും, ഇത് 20 വർഷത്തെ വലിയൊരു പകയാണ്, നിനക്കിതിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ, ഒന്നും അറിയാതെ എന്നെ കളിയാക്കി നിന്നെ ഞാൻ വെറുതെ വിടില്ല. വിശ്വസുന്ദരിയാണെങ്കിൽ ഇപ്പൊ ഒറോച്ചിയോട് സോറി പറഞ്ഞ് അവളെ വെറുതെ വിടാനായിട്ട് അപേക്ഷിക്കും. പക്ഷെ ഒറോച്ചി ആണെങ്കിൽ അത് കേൾക്കാതെ ആ കുഞ്ഞു പെണ്ണിനെ പിടിച്ചു പൊക്കി അവളുടെ കഴുത്തിൽ അമർത്തുകയാണ്. അതുകൊണ്ട് റോബിൻ ടെൻഷനായി അവന്റെ അടുത്തേക്ക് ഓടി വരുമ്പോഴേക്കും ആരോ ഒരാള് ഒറോച്ചിയുടെ മുഖത്ത് ആഞ്ഞടിക്കും. അത് മറ്റാരുമല്ല, നമ്മുടെ വിശ്വസുന്ദരി പെണ്ണ്. എല്ലാവരും ആ കാഴ്ച കണ്ട് അങ്ങനെ ഫ്രീസായിട്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. കാരണം അങ്ങനെ ഒരു ട്വിസ്റ്റ് അതവർ പ്രതീക്ഷിച്ചതല്ല.
അടിയുടെ പവറിൽ ഇപ്പൊ കുഞ്ഞിപ്പെണ്ണ് അവളങ്ങനെ തെറിച്ചു പോവാണ്. റോബിനാണെങ്കിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവളുടെ കൈകൾ നീട്ടി ഇപ്പോ കുഞ്ഞിപ്പെണ്ണിനെ ക്യാച്ച് ചെയ്യും. ഒറോച്ചിക്കും ചുറ്റുമുള്ളവർക്കും അതൊരു വലിയ ഷോക്കായിരിക്കും. ഒറോച്ചി ആണെങ്കിൽ ഇപ്പോൾ അവളെ പിടിച്ചു വലിച്ച് അവളോട് ചോദിക്കും, നിനക്ക് എന്തു പറ്റി? ഇത്രയും പേരുടെ മുൻപിൽ വെച്ച് നീ എന്തിനാ എന്നെ തല്ലിയത്? ഇതെനിക്ക് വലിയൊരു അപമാനമാണ്. എനിക്കറിയണം നീ എന്തിനാണ് എന്നെ തല്ലിയതെന്ന്. അവളാണെങ്കിൽ ഒന്നും പറയാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കും. ചുറ്റുമുള്ളവരാണെങ്കിൽ അവളെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും. നിനക്കറിയാതെ പറ്റിയതാണെങ്കിൽ ഇപ്പൊ തന്നെ അദ്ദേഹത്തോട് മാപ്പ് പറയണം. അല്ല എങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും വലിയ പണിഷ്മെന്റ് കിട്ടും. സോ മര്യാദയ്ക്ക് നീ അദ്ദേഹത്തോട് മാപ്പ് പറ. അതിനവൾ ടെൻഷനായി, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ആരോടും മാപ്പ് പറയില്ല എന്ന് അങ്ങനെ തീർത്ത് പറയും. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല ഈ ഒറോച്ചിക്ക് ആവശ്യം എന്നെപ്പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അത്തരത്തിലൊരു പെൺകുട്ടിയല്ലേ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അതല്ല നിങ്ങൾക്ക് ആവശ്യം ഒരു വീക്കായിട്ടുള്ള പെൺകുട്ടിയാണെങ്കിൽ ഞാൻ ഈ ചെയ്തതിന് നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒറോച്ചിയാണെങ്കിൽ അത് കേട്ട് ഡബിൾ ഷോക്കാവുകയാണ്. എന്താണ് അതിന് മറുപടി പറയേണ്ടതെന്ന് ഒറോച്ചിക്ക് അറിയില്ല. അവളാണെങ്കിൽ അവന്റെ മുഖത്ത് നോക്കി പറയും, നീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. സോ ഒരു സാമുറായിയുടെ മകളായ എനിക്ക് ഇത് കണ്ട് നോക്കി നിൽക്കാനാവില്ല. അതിൽ കൺട്രോൾ പോയ ഒറോച്ചി അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രാഗണായി മാറി അവളുടെ മുൻപിലേക്ക് വരികയാണ്. നീ വീണ്ടും വീണ്ടും എൻ്റെ ക്ഷമയെ പരീക്ഷിച്ചു. ആക്ച്വലി നീ ചെയ്തത് അത് വലിയ തെറ്റ് തന്നെയാണ്. ആക്ച്വലി ഒറോച്ചി സ്നേക്ക് ഫ്രൂട്ട് കഴിച്ചവനാണ്. അതുകൊണ്ടാണ് ഇവന്റെ രൂപം ഇങ്ങനെ ഇരിക്കുന്നത്. അവന് ഒരുപാട് സർപ്പങ്ങളുടെ തല അവന്റെ ബോഡിയിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ഇവിടെ നമ്മുടെ വിശ്വസുന്ദരിക്കാണെങ്കിൽ അപ്പോഴും യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അവൻ ദേഷ്യപ്പെട്ട് പറയും, എനിക്ക് നിന്നെ ഏറെ ഇഷ്ടമാണ്, പക്ഷേ നീ ചെയ്തത് തെറ്റ് തന്നെ. അവസാനമായിട്ട് ഞാൻ ഒരേ ഒരു ചാൻസ് നിനക്ക് തരാം. ഈ നിമിഷം അവരുടെയും മുൻപിൽ വെച്ച് നീ എന്നോട് മാപ്പ് പറയണം. ഇല്ല എങ്കിൽ നിന്റെ സുന്ദരമായ തല അത് ഞാൻ കടിച്ചു പറിച്ചെടുക്കും. ഉടനെ അവളാണെങ്കിൽ ഇപ്പൊ പതിയെ തല താഴ്ത്തുകയാണ്. അത് കാണുമ്പോൾ ഒറോച്ചിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ അടുത്ത നിമിഷം തല ഉയർത്തി വിശ്വസുന്ദരിയാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും നിന്റെ മുൻപിൽ തല താഴ്ത്തി ഞാൻ മാപ്പ് പറയില്ല. വെറും ഒരു ഷോഗനാണ്. ചെയ്ത വലിയ തെറ്റിനുള്ള ചെറിയൊരു ശിക്ഷ മാത്രമാണ്. നിനക്കെന്നെ കൊല്ലണമെങ്കിൽ ധൈര്യമായിട്ട് കൊല്ലാം. എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല. അത് കേട്ട് ചുറ്റുമുള്ളവർ വീണ്ടും ടെൻഷനാവും. എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഇപ്പൊ നിലവിളിച്ച് അവളോട് മാപ്പ് പറയാനായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അവളാണെങ്കിൽ പതറാതെ നിൽക്കുകയാണ്. ഒറോച്ചിക്കാണെങ്കിൽ അവളുടെ ഈ ചേഞ്ചും ആറ്റിറ്റ്യൂഡും സംസാരവും അതൊക്കെ കണ്ട് വല്ലാതെ തോന്നും. കൺട്രോൾ പോയ ഒറോച്ചിയാണെങ്കിൽ അവളെ കൊല്ലാതെ ഇപ്പൊ ചുറ്റുമുള്ളവരെ എല്ലാവരെയും പിടിച്ച് കടിച്ചു പറിച്ച് തിന്നുകയാണ്. കാരണം അവനെ കൊണ്ട് അവളെ കൊല്ലാനായിട്ട് കഴിയുന്നില്ല. നിങ്ങളാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് നാനാ ഭാഗം ഓടും. അതേസമയം റോബിനാണെങ്കിൽ ആ കുഞ്ഞിപ്പെണ്ണുമായിട്ട് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കും. പക്ഷെ എന്താ അടുത്ത നിമിഷം ആ ഒരു നിഞ്ച ടീംസ് അവറ്റുകളാണെങ്കിൽ റോബിനെ റൗണ്ട് ചെയ്യാണ്. ഇവിടെ ഒറോച്ചിയാണെങ്കിൽ അവസാനമായിട്ട് ഇപ്പൊ ആ ചുന്ദരി പെണ്ണിനെയും കടിച്ചു പറിച്ച് മുകളിലേക്ക് എടുക്കും. മറ്റൊരു ഭാഗത്ത് റോബിൻ അവൾ ആ കുഞ്ഞിപ്പെണ്ണുമായിട്ട് അവരുടെ കണ്ണ് വെട്ടിച്ച് ഓടാൻ ശ്രമിക്കും. അവരാണെങ്കിൽ ഷുരീഗൻസ് അവൾക്ക് നേരെ വലിച്ചെറിയും. ഇവിടെ അവൻ അവന്റെ സോൾ ഉപയോഗിച്ച് ബാക്കിയുള്ള നിഞ്ചാസിനെ ഇപ്പോഴും പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ ക്യോഷിറോയെ കാണിക്കും. അവനാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഹായ് ആയിട്ട് ഡ്രിങ്ക്സ് കഴിക്കുകയാണ്. അടുത്ത നിമിഷം അവൻ അവന്റെ സ്ക്വാഡ് അങ്ങനെ ഊരിയെടുത്ത് ഇതാണ് എന്റെ സമയം എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ with Mallu episode.